മമ്മൂക്കയും രജനികാന്തും തകർത്ത് അഭിനയിച്ച ദളപതി എന്ന് പറയുന്ന ചിത്രം വീണ്ടും 4K വെർഷനിൽ നാളെ തിയേറ്ററിൽ എത്തുകയാണല്ലോ. കേരളത്തിൽ ഈ ഒരു ചിത്രത്തിന് എത്രത്തോളം തിയേറ്റർ ഉണ്ട് എന്നും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഡിസംബർ 12-ാം തീയതി രജനികാന്തിൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. അതുകൊണ്ട് ആ ഒരു സ്പെഷ്യൽ ദിവസം രജനികാന്ത് ആരാധകർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിക്കുന്നത്. എന്നാൽ രജനികാന്തിനോടൊപ്പം മമ്മൂക്കയും കട്ടയായിട്ട് നിന്ന് അഭിനയിച്ച ചിത്രം കൂടെയാണല്ലോ ദളപതി. അതുകൊണ്ട് തന്നെ കേരളത്തിലും വലിയ രീതിയിലുള്ള റിലീസ് തന്നെയാണ് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രം 60ഓളം സ്ക്രീനിലാണ് ഈ ഒരു ചിത്രം ആദ്യ ദിവസം പ്രദർശനം ആരംഭിക്കുക. ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവസാനത്തെ 24 അവേഴ്സിൽ 6000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിൻ്റെതായിട്ട് ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊച്ചിയിലെ വനിതാ വിനീത തിയേറ്ററിലെ രാവിലത്തെ ഷോയുടെ ബുക്കിംഗ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ഇത്രയും ടിക്കറ്റ്സുകളൊക്കെ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് 34 വർഷം മുന്നേ റിലീസായ ഒരു സിനിമയ്ക്ക് രാവിലെ തന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ടിക്കറ്റ്സുകളൊക്കെ ബുക്കിങ്ങിലൂടെ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. നല്ല ഒരു സിനിമ തന്നെയായിരുന്നു ദളപതി. ക്ലാസ് മാസ് എല്ലാം മിക്സ് ചെയ്ത ഒരു കിണ്ണം കാച്ചിയ ഒരു ഐറ്റം തന്നെയാണ്. തിയേറ്ററിൽ മിസ്സായവർക്ക് ധൈര്യമായിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു കിടിലം ഐറ്റം. ഞാൻ എന്തായാലും ഈ ഒരു ചിത്രം വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു സിനിമ നാളെ തന്നെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.